നീ എന്താണ് ക്ലീറ്റോനെ ചെയ്തത്? നിനക്ക് എങ്ങനെ ധൈര്യം വന്ന് ക്ലീറ്റോനെ ചവിട്ടാൻ? നീ ആ ചവിനായിരുന്നു ഞങ്ങക്ക്. ഒരുപാട് രാജാവൊന്നും കളിക്കില്ല ഇവിടെ കിടന്ന്. ആരും അത് കാണാനൊന്നും ഉണ്ടാവില്ല. അവനങ്ങോട്ട് കിടന്ന് നിർത്താനൊന്നും പറ്റില്ല. നീ കണ്ടല്ലേ നിന്റെ കെട്ടിയം കാണിക്കുന്ന തോന്നിയാസം? ഞാൻ പൊന്നു പോലെ വളർത്തുന്ന മനുഷ്യനത്. നിങ്ങൾക്കൊന്നും ചവിട്ടി കൂട്ടാനുള്ള ആളൊന്നും അല്ല. കാര്യം കേൾക്കാൻ പറ്റും. എനിക്ക് ഇന്നൊരു തീരുമാനം ഉണ്ടാക്കണം. പിന്നെ എടി അവന് പണ്ട് വരുന്ന ചെന്നിക്കുത്ത് വീണ്ടും വന്ന് അതിന്റെ തണറിയാമോ നിനക്ക്? അയ്യോ നോക്കട്ടെ. അയ്യോ എന്നിട്ട് എന്താ എന്നോട് പറയാൻ? ഇത് എപ്പോഴാ വന്നേ? രാവിലെ ഓഫീസിൽ പോകാൻ ഇറങ്ങിയപ്പോ തൊട്ട് തുടങ്ങിയതാ. ഇന്ന് ഏതാണ്ട് അവരുടെ ചീഫ് എഞ്ചിനീയർ വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ രാത്രി തൊട്ടേ ടെൻഷനായിരുന്നു. ഇവരുടെ ചീഫ് എഞ്ചിനീയർ വരണ ഏട്ടൻ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ഇത് തന്നെയായിരുന്നു ഞങ്ങളുടെ അച്ഛനും. ചീഫ് എഞ്ചിനീയർ എന്റെ ഹബീൽദാരി പേടിച്ചിട്ടൊന്നുമില്ല. എന്റെ അമ്മ ചീഫ് എഞ്ചിനീയറുടെ കാര്യമില്ല, അച്ഛന് ചെന്നിക്കുത്തുണ്ടായിരുന്നില്ലേ, ആ കാര്യ പറഞ്ഞത്. അത് ശരി. അല്ല ഇതിപ്പോ എന്ത് മരുന്ന് എന്തെങ്കിലും കൊടുത്തോ അവന്? നല്ല പുരട്ടി പിന്നെ തുണിയൊക്കെ നനച്ചിട്ട് ചായയൊക്കെ കുടിച്ചിട്ടൊന്നും കുറയുന്നില്ല. എന്റെ പത്മനാഭ, പണ്ട് ഞങ്ങൾ ലഡാക്കിലായിരുന്ന കാലത്ത് എന്റെ പൊന്നമ്മ ഈ ലഡാക്കിലെ കഥയൊന്നും നിർത്തി. ഏട്ടന്റെ വായിക്കുന്ന ഇനിയും കിട്ടും. വേദന ഉണ്ടെന്ന് തോന്നുന്നവന്. ഇതിങ്ങനെ ഇതൊന്നും ചായ കുടിച്ചിട്ട് വിക്സ് ഇട്ടിട്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല, അങ്ങനെ മാറൂല. ഇതിന് വേറെ മരുന്നുണ്ടമ്മ. ഒറ്റമൂലിയാണോന്നൊന്നും എനിക്കറിയാൻ പാടില്ല. എന്റെ കൂടെ പഠിച്ച രാഗിണിയില്ലേ, അവളുടെ കെട്ടിയാന്റെ അനിയന് ചെന്നിക്കുത്തുണ്ടായി. കൊച്ചെ മാറിക്കോള്, നീ ഇതാക്കല്ലേ. അപ്പൊ അവര് എന്താണ്ട് ഈ മഞ്ഞളിന്റെ തുണി കൊണ്ട് ഒരു തിരി ഉണ്ടാക്കിയിട്ട് അത് വലിക്കുന്ന ഒരു ചികിത്സ പറഞ്ഞിട്ടുണ്ട്. അത് കഴിച്ചപ്പോ ആ ചെറുക്കന്റെ മാറി, പിന്നെ വന്നിട്ടേ ഇല്ല. അത് എനിക്കറിയാം, ഞാനത് ഉണ്ടാക്കാം. ഓ നോക്കട്ടെ. ഒരുപാട് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ കിർക്കിട്ട് ഒരു കുത്തേരും ഞാൻ. സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേദന വന്നാൽ സഹിക്കണ്ടേ? ഞാനിവിടെ വരട്ടെ? വേണ്ട, ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വരാം. അവനെ നോക്കിക്കോ. ചുമ്മാ കിടന്ന് വേളം ഉണ്ടാക്കുക. വേദന സഹിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെന്താ? മക്കളെ നമ്മൾ ക്ഷമിച്ചല്ലേ പറ്റത്തുള്ളൂ.